തൃശൂർ പറപ്പൂക്കരയിൽ അച്ഛനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മകൻ. മുദ്രത്തിക്കര സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ശിവനെയാണ് മകൻ വിഷ്ണു ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശിവൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വീടിന്റെ മുകൾ നിലയിൽ ഒളിച്ചിരുന്ന യുവാവിനെ 4 മണിക്കൂറിന് ശേഷമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 1:30-ഓടെ മുത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ മകനെ അന്വേഷിച്ചെത്തിയതാണ് ശിവനും ഭാര്യയും. ഏറെ നാളായി തനിച്ചു താമസിക്കുന്ന വിഷ്ണുവിൽ നിന്നും വീടിന്റെ ആധാരം വാങ്ങുന്നതിനാണ് മാതാപിതാക്കൾ എത്തിയത്. എന്നാൽ ആധാരം കിണറ്റിലെറിഞ്ഞ് നശിപ്പിച്ചുവെന്ന് വിഷ്ണു അറിയിച്ചതോടെ ശിവനുമായി തർക്കമുണ്ടായി. തൊട്ടുപിന്നാലെ പ്രകോപിതനായ യുവാവ് അച്ഛനെ വെട്ടുകയായിരുന്നു. അടുക്കളയിൽ വെച്ച് ശിവനെ വെട്ടിയ വിഷ്ണു പിന്തുടർന്ന് വീണ്ടും ആക്രമിച്ചു. അമ്മയെയും ബന്ധുവിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇരുവരും ഓടി രക്ഷപ്പെട്ടു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയതോടെ വീടിന്റെ മുകൾ നിലയിലേക്ക് കയറിയ യുവാവ് പുറത്തിറങ്ങാൻ തയ്യാറായില്ല. പോലീസുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതോടെ ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. മറ്റുള്ള ഇതുകളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ ചില പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പൊ ഈ അടുത്ത സമയത്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പൊതുവെ ഇപ്പൊ ആളെ കാണുമ്പോ എന്താ പറയാ, ഒരു ഭക്തി കൂടിയിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ള മാതിരിയാണ് തോന്നുന്നത്. 3 മണിക്കൂറിലേറെ സമയത്തിന് ശേഷം വീടിന്റെ ജനലുകൾ തകർത്തും ഓടുകൾ ഇളക്കി മാറ്റിയും വിഷ്ണുവിനെ പിടികൂടാൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ശ്രമിച്ചു. എന്നാൽ ഇതിനു വഴങ്ങാത്ത യുവാവ് മറ്റൊരു ഭാഗം വഴി സമീപത്തെ വീടിന്റെ ഓടിട്ട ഭാഗത്തേക്ക് നീങ്ങി. പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആത്മഹത്യാ ഭീഷണി തുടർന്നു. വൈകിട്ട് 5:30-ഓടെ വിഷ്ണു അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങി. പിന്നീട് താഴെ ഇറങ്ങിയ യുവാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മാതാപിതാക്കളോട് പിണങ്ങി ഏറെ നാളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വിഷ്ണു വീട്ടിൽ പൂജകളും ആഭിചാരക്രിയകളും നടത്തി വന്നിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മീഡിയ 1 തൃശൂർ.